ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. തിങ്കളാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. വടക്കൻ ജില്ലകളിൽ മഴ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. അർജുൻ രാജ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അർജുൻ, ഒന്ന് മാനമങ്ങ് തെളിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും അടുത്ത ന്യൂനമർദ്ദം എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. തിങ്കളാഴ്ച മുതൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കണോ? സംഗീത, ചിലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് അതിൻ്റെ സാധ്യത കൂടുതൽ. തിങ്കളാഴ്ചയോടുകൂടി പശ്ചിമ ബംഗാൾ തീരത്ത് പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തൊട്ട് ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച തൊട്ട് അതിൻ്റെ സൂചനകൾ തരുന്ന തരത്തിലാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്. 6 യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ വടക്കൻ ജില്ലകൾ എല്ലാം ഉണ്ട്. അത് നിലവിലെ ഒരു സാഹചര്യമാണ്. പക്ഷേ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ഈ മുന്നറിയിപ്പ് മാറാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച 5 യെല്ലോ അലർട്ട് ഉള്ളത്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 6 യെല്ലോ അലർട്ട്. 6 യെല്ലോ അലർട്ട് ഉണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും ഒപ്പം തൃശ്ശൂർ ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഒരു പുതുക്കിയ മഴ മുന്നറിയിപ്പ് ഇന്നത്തെ ദിനാന്തരീക്ഷ പ്രവചനമായി നൽകിയിട്ടുണ്ട്. അത് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു സമയത്തേക്ക് മഴ മാറി നിന്നെങ്കിലും വീണ്ടും സജീവമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. തിങ്കളാഴ്ചയോടുകൂടി പുതിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തൊട്ട് വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും ശക്തമായോ ഇടത്തരം മഴയോ പ്രതീക്ഷിക്കാം. സംഗീത. ശരി അർജുൻ, അപ്പോൾ വടക്കൻ ജില്ലകളിലുള്ളവർ പ്രത്യേകമായുള്ള ജാഗ്രത പുലർത്തുക. അർജുൻ രാജാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.